ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വരുന്ന വർഷങ്ങളിൽ നല്ല സന്തോഷവും ആരോഗ്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായി ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. ചായ മനസ എന്ന് പറയുന്ന സൂപ്പർ ചീരയാണ്. നമുക്കൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആർക്കും അറിയാതെ ഒരു സൂപ്പർ ചീരയാണ് ചായ മനസ എന്ന് പറയുന്നത്. ഇത് വിദേശീയനാണെങ്കിലും മെക്സിക്കോ ആണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥലം. അവിടുന്ന് വന്നതാണ്. പല രാജ്യങ്ങളിലും സൂപ്പും അതുപോലെ പച്ചിലകൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ ചീരയാണ് നമ്മുടെ നാട്ടിലെ ഈ കപ്പച്ചീര അല്ലെങ്കിൽ ചായ മനസ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇതുപോലെയുള്ള തളിര ഇലയാണ് നമ്മൾ തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇഷ്ടംപോലെ കാൽസ്യം, അതുപോലെ സിങ്ക്, അതുപോലെ വൈറ്റമിൻ എ. ഇത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക്, ബോൺ ഹെൽത്തിന് വേണ്ടി, അതുപോലെ ഗട്ട് ഹെൽത്തിനും വേണ്ടി വളരെ ഉപകരിക്കുന്ന ഒരു സാധനം. ഈ ചീര സ്ഥിരമായി കഴിച്ചാൽ നമുക്ക് ഗ്രോത്ത് ഹോർമോൺ കൂടുതൽ ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിനൊരു പ്രശ്നമുണ്ട്, ഇതിന് ചെറിയ കട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെയുള്ള തളിരല ഇതുപോലെ നുള്ളിയെടുത്ത് ഒരു തിളച്ച വെള്ളത്തിൽ 10-20 മിനിറ്റ് മുക്കി വെക്കുക. ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടാലും പ്രശ്നമില്ല. ഇത് വെള്ളം ഊറ്റിയതിന് ശേഷം ആണ് തോരൻ വെക്കുക. അപ്പോൾ ഒരു പ്രശ്നമില്ല, നമുക്ക് എല്ലാ വൈറ്റമിൻസും മിനറൽസും കിട്ടും. ഇന്ന് മാർക്കറ്റിൽ സുലഭമായ എല്ലാ പച്ചക്കറികളും വളരെയധികം വിഷം കലർന്നതാണ്. ഇത് ഒരു ദീർഘകാല പച്ച ചീര ഇനാണ്, ദീർഘകാല വെജിറ്റബിൾസ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് അഗസ്തി ചീര വേറൊരു വെറൈറ്റി ഉണ്ട്, അതുപോലെ വേറെ മദിരാശി ചീര എന്ന് പറഞ്ഞിട്ട് വേറൊരു വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ല. ഈ പുതുവത്സരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് 10 ചായ മനസയുടെ വേര് പിടിച്ച തളിർത്ത ചട്ടിയിലുള്ള ചെടികൾ നൽകും. പിന്നെ അൽനാസ് റെസിഡൻസ് ആണ് എൻ്റെ വീട്, തൃക്കരിപ്പൂരാണ്. വരുന്നവർക്ക് ഇത് ഞാൻ തരും. ഇത് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. ഇത് ഞാൻ ചട്ടിയിൽ വളർത്തിയതാണ്, എല്ലാം വേര് പിടിച്ചതാണ്, അതുപോലെ തളിർത്തതാണ്. ഇപ്രാവശ്യം ഞാൻ 10 ചെടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആർക്കും തരാം. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് കൊണ്ടുപോയി പിറ്റേ ദിവസം തന്നെ ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഇല ഉള്ളിയെടുത്ത് സൂപ്പോ അല്ലെങ്കിൽ ഈവൻ വെജിറ്റബിൾ മറ്റേതെങ്കിലും ഉണ്ടാക്കുന്നതിൽ ഇടാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സ്ഥല സൗകര്യം ഇല്ലെങ്കിൽ ഇതിൽ തന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വരും വർഷങ്ങളിലേക്ക് ഇതിൽ തന്നെ വളർന്നോളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. മഴക്കാലത്ത് ഇതിൽ നിന്നെടുത്ത് മണ്ണിൽ നട്ടാലും മതി. ഇല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് മാത്രം മുറിച്ച് നട്ട് കഴിഞ്ഞാൽ ഇത് ചെടിയായി വരും. പക്ഷേ ഈ വേനൽക്കാലത്ത് ചിലപ്പോൾ വേര് പിടിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയത്. ഇത് നിങ്ങൾക്ക് നട്ടിട്ട് 1 മാസമോ 1 മാസത്തിലധികമായിട്ടുള്ളൂ ഇത് വേര് പിടിച്ച് തൈകളായതാണ്. ഇത് എൻ്റെ ചെടി കണ്ടോ, ഇവിടെ വലിയ ചെടിയാണ്. ഒരു 10-15 അടിയോളം ഉയരത്തിലുള്ള ചെടിയാണ് ചായ മനസ്സ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇഷ്ടം പോലെ ഇലയുണ്ട്. നമ്മുടെ പത്ത് തോരൻ വെക്കാറുണ്ട്, ആർക്കും വേണമെങ്കിൽ കൊടുക്കാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 2 വർഷമോ അതിലധികമായിട്ടുള്ളൂ. ഇതുപോലെ എവിടെയെങ്കിലും സ്ഥലമുള്ളവർക്ക് നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാം. ഇല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ എവിടെയെങ്കിലും സൈഡിൽ ഈ ചട്ടി തന്നെ വെക്കുക, വെള്ളം ഒഴിക്കുക, കുറച്ച് മണ്ണിലിടുക, അത്രയേ വേണ്ടു. വേറൊന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒരു പരിചരണവും വേണ്ട. അതുപോലെ പുൽശല്യമോ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ഇതിനുണ്ടാവാറില്ല. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്കൊരു പ്രചോദനമാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല ആരോഗ്യം, ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഇത് തരാൻ വേണ്ടി. ആരാണ് ഫസ്റ്റിൽ വരുന്ന 10 പേർക്ക് ഞാൻ തരുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നു കരുതുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് നിങ്ങൾക്കും ഉപകരിക്കുന്നു കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.